നമസ്കാരം. ലോകം നടുങ്ങിയ ഏറ്റവും ദാരുണമായ ദുരന്തം എയർ ഇന്ത്യ ബോയിങ് ഇന്നലെ തകർന്നു വീണു. യാത്രക്കാരെല്ലാവരും മരിച്ചു. നിരവധി പേർ ചികിത്സയിലാണ്. മരണസംഖ്യ ഇനിയും ഉയരാനുള്ള സാധ്യതയാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. എന്തായാലും മരിച്ചവരുടെ, ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടവരുടെ, അവരുടെയൊക്കെ കുടുംബാംഗങ്ങളോടും അവരുടെ ദുഃഖത്തോടും ഒപ്പം തന്നെ രാജ്യവും ലോകവും ഒക്കെ പങ്കുചേരുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാഷ്ട്രപതി ദ്രൗപദി മുർമു അടക്കമുള്ള പ്രമുഖരായ നേതാക്കളൊക്കെ തന്നെ അവർക്ക് വേണ്ട എല്ലാ സഹായവും പിന്തുണയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ ദുഃഖത്തിൽ നമ്മളും പങ്കുചേരുന്നു. തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് ഈ വിമാനം പറത്തിയ പൈലറ്റിനെ കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, ഏറ്റവും കഴിവുറ്റ ഒരു പൈലറ്റ് തന്നെയായിരുന്നു ക്യാപ്റ്റൻ സുമിത് സബർവാൾ എന്ന എയർ ഇന്ത്യ ബോയിങ്ങിന്റെ തകർന്നു വീണ വിമാനത്തിന്റെ ഈ പൈലറ്റ്. തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിന്റെ പിഴവാണോ, മറ്റ് സാങ്കേതിക പിഴവാണോ, എന്താണ് ഏതാണ് എന്നതിനെ കുറിച്ചുള്ള വിശദമായ അന്വേഷണം നമുക്ക് ആവശ്യമാണ്. ഇപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നു. ദുരന്തത്തിൽ തകർന്ന വിമാനം പറത്തിയ ക്യാപ്റ്റൻ സുമിത് സബർവാളിന് പ്രണാമം അർപ്പിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റാണ് ഇത്. ഇത്രയേറെ എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വന്ന മിസ്റ്റേക്കോ മറ്റോ ആയിരിക്കില്ല. ഇത് ഒരു വിധിയായിട്ട് കരുതേണ്ടി വരും. എന്താണ് ഏതാണ് എന്നതിനെ കുറിച്ച് വിശദമായ അന്വേഷണം ആവശ്യമാണ്. നിസ്സഹായനായി ഒരുപറ്റം ജീവനുകളുമായി ദുരന്തത്തിലേക്ക് പറന്നിറങ്ങേണ്ടി വന്ന ഒരു പൈലറ്റിന്റെ അതിദാരുണമായ കഥാന്ത്യം. സഹധർമ്മിണിയെ നഷ്ടമായ 80 വയസ്സ് കഴിഞ്ഞ റിട്ടയർഡ് നേവി ഓഫീസറായ പിതാവിനോടൊപ്പം കുടുംബജീവിതം ഉപേക്ഷിച്ച് ശാന്തനായി മുംബൈയിലെ വ്യോമസേനയ്ക്കും നാവികസേനയ്ക്കും വേണ്ടി നിർമ്മിച്ച ജൽവായു വിഹാർ എന്ന ഹൗസിംഗ് കോളനിയിലെ ശാന്തനായ ഒരാളായിരുന്നു ദുരന്തത്തിൽ തകർന്ന A171 വിമാനത്തിന്റെ പൈലറ്റ് ക്യാപ്റ്റൻ സുമിത് സബർവാൾ. അദ്ദേഹം ഒരു സാത്വികനായ മനുഷ്യനായിരുന്നു. സബർവാൾ ഒരു പരിചയസമ്പന്നനായ പൈലറ്റ് ആയിരുന്നു. 8200 മണിക്കൂറിലധികം പറക്കൽ പരിചയം നേടിയിട്ടുള്ള അദ്ദേഹം അതിന്റെ ലൈൻ ട്രെയിനിങ് ക്യാപ്റ്റൻ പദവിയും വഹിച്ചിട്ടുണ്ട്. ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഏവിയേഷൻ പറയുന്നതനുസരിച്ച് വിമാനത്തിലെ ജീവനക്കാർ എയർ ട്രാഫിക് കൺട്രോളിലേക്ക് മെയ്ഡേ കോൾ നൽകി പറന്നുയർന്ന നിമിഷങ്ങൾക്കകം ജീവൻ നഷ്ടപ്പെടുന്ന അടിയന്തരാവസ്ഥ ATC അറിയിച്ചു. എന്നാൽ പിന്നീട് ATC ബന്ധപ്പെടാൻ ആവർത്തിച്ച് ശ്രമിച്ചിട്ടും പൈലറ്റ് പ്രതികരിച്ചില്ല. 10 മണിക്കൂർ പറക്കലിനായി വിമാനത്തിന്റെ ടാങ്ക് പൂർണ്ണമായി നിറഞ്ഞിരുന്നതിനാൽ ഒരിക്കലും രക്ഷപ്പെടാൻ സാധ്യതയില്ലാത്ത ദുരന്തത്തിലേക്ക് ആ വൈമാനികന് തന്റെ വിമാനത്തോടൊപ്പം കൂപ്പുകുത്തേണ്ടി വന്നു. വല്ലാത്തൊരു ദുരവസ്ഥ തന്നെയാണ്. അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം ഒരു പൈലറ്റ് നേരിടേണ്ടി വരുന്ന സാഹചര്യം എന്ന് വൈമാനിക ലോകം സാക്ഷ്യപ്പെടുത്തുന്നു. പൈലറ്റിന്റെ ഏക സഹോദരി ഡൽഹിയിലാണ്. വാർത്ത അറിഞ്ഞ് മുംബൈയിലെ ആ മകന്റെ മുറിയിൽ ഇരുന്ന് കണ്ണീർ വാർക്കുന്ന പിതാവിന്റെ ചിത്രം അത്ര കണ്ട് ദയനീയമാണ് എന്ന് പ്രദേശവാസികളൊക്കെ തന്നെ പ്രാദേശിക മാധ്യമങ്ങളോട് പറയുന്നു. അദ്ദേഹത്തിന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിത്യതയ്ക്കായി, ആത്മാവിന്റെ നിത്യശാന്തിക്കായി തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ദുരന്ത ഭൂമികയിലേക്ക് തീർച്ചയായിട്ടും ആ വൈമാനികൻ ക്യാപ്റ്റൻ സുമിത് സബർവാൾ എന്ന വളരെയധികം പരിചയസമ്പത്തുള്ള ആ പൈലറ്റ് ഇത്രയും യാത്രക്കാരുമായി മരണത്തിന്റെ പടുകുഴിയിലേക്ക് വീണത് അത്രമാത്രം എല്ലാവരെയും ദുഃഖിപ്പിച്ചിരിക്കുന്നു. അത്ര കണ്ട് വേദനാജനകമായ ഒരു അവസ്ഥയാണ് ഇവിടെയുള്ളത്. അദ്ദേഹത്തെ തീർച്ചയായും അറിയുന്ന എല്ലാവരും തന്നെ പറയുന്നു അദ്ദേഹം വളരെ കഴിവുള്ള വ്യക്തിയാണ്. അദ്ദേഹം ഇത്തരം പ്രതിസന്ധികളൊക്കെ അതൊക്കെ മറികടക്കാൻ ഉള്ള അറിവും പ്രാപ്തിയുമുള്ള വ്യക്തിയാണ്. അതിനുള്ള എക്സ്പീരിയൻസും അദ്ദേഹത്തിനുണ്ട്. പക്ഷേ എന്തോ വിധിയുടെ വിളയാട്ടം ക്രൂരമായി പോയി. വൈമാനികന്റെ ജീവൻ നഷ്ടമായിരിക്കുന്നു. പ്രായമായ 80 വയസ്സ് കഴിഞ്ഞ ആ മാതാപിതാക്കൾക്ക് സ്വന്തം മകനെ നഷ്ടമായിരിക്കുന്നു എന്ന അതിദുഃഖകരമായ, അതിവേദനാജനകമായ, സമാനതകളില്ലാത്ത ദുഃഖത്തിന്റെ വാർത്തയാണ് കഴിഞ്ഞ ദിവസം എത്തിയത്. അദ്ദേഹത്തിന് കണ്ണീർ പ്രണാമം അർപ്പിക്കുന്നു. തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിൽ കൂടുതൽ അന്വേഷണങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഏവിയേഷനും വ്യോമയാന മന്ത്രാലയവും ഒക്കെ പ്രധാനമന്ത്രിയും ഒക്കെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിന്റെ കാരണം എന്ത് എന്ന് നമുക്ക് കണ്ടെത്തിയേ മതിയാകും.